ഗ്രേറ്റയുടെ നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? മഹത് വ്യക്തിത്വങ്ങളുടെ ആരാധികയായിരിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മഹത് വ്യക്തിത്വം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ചില വ്യക്തിത്വങ്ങളെയാണ്. പ്രായമുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ബഹുമാനിക്കാൻ എനിക്ക് തോന്നാറില്ല. നമ്മുടെ ഗ്രേറ്റ ട്യൂൻബെർഗ് എന്ന സ്വീഡിഷ് പെൺകുട്ടിയുണ്ടല്ലോ, അവൾ എന്നെക്കാൾ ഒരുപാട് വയസ്സിന്റെ ഇളയതായിട്ടുകൂടി ഞാൻ ബഹുമാനിച്ചു പോകുന്നു, ആരാധിച്ചു പോകുന്നു. എന്താ കാര്യമെന്നല്ലേ? പ്രായമേറെ ചെന്നിട്ടും നാട്ടുകാരെ ഭയന്ന് സ്വന്തം ഇഷ്ടവസ്ത്രങ്ങൾ പോലും ധരിക്കാൻ ധൈര്യപ്പെടാത്ത, സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും മറച്ചു വെക്കുന്ന, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി പലതും ചെയ്യുന്ന നമ്മൾ ജീവിക്കുന്ന അതേ ലോകത്തിന്റെ മറ്റൊരറ്റത്ത് ജീവിച്ചിട്ടും പ്രകൃതിക്ക് വേണ്ടിയും ഈ ഭൂമിക്ക് വേണ്ടിയും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു ഗ്രേറ്റ. ഇനി അഥവാ ചിലർ ശബ്ദമുയർത്തിയെന്നിരിക്കട്ടെ, അതിന് പിന്നിൽ എന്തോ ഒന്ന് നേടാനുണ്ടാവും, തീർച്ച. എന്നാൽ നമ്മുടെ കുഞ്ഞു ഗ്രേറ്റ ചെറുപ്പം മുതൽ പോരാടിയിരുന്നത് അവൾക്ക് മാത്രം നേട്ടമുണ്ടാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നില്ല. കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും കൊണ്ട് വലയുന്ന നമ്മൾ ഭൂമിയിലെ സകലമാന താമസക്കാർക്കും വേണ്ടിയാണ് അവൾ ശബ്ദമുയർത്തിയിരുന്നത്. പിന്നെ എങ്ങനെ ആരാധിക്കാതിരിക്കും അവളെ?